Jam June Hypermarket, exceeding expectations. പെരിന്തൽമണ്ണയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ച സംഭവം. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂളിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി വിവിധ വിദ്യാർത്ഥി സംഘടനകൾ. സംഭവത്തിൽ ആരോപണങ്ങൾക്കെതിരെ വാതുറന്ന സ്കൂൾ മാനേജ്മെന്റ്. ഉറപ്പായിട്ട് എന്താ സാഹചര്യം എന്ന് എനിക്കറിയില്ല. കാരണം അത് ഏതാ കാരണം, വീട്ടിലെ കാരണമാണോ എന്താണ് സ്കൂളിൻ്റെ കാരണമാണോ എന്താണെന്നറിയില്ല. സ്കൂളില്ലാത്തൊരു സമയത്താണ് ഇത് സംഭവിച്ചത്. അതും സംഭവിച്ചേക്കണ വീട്ടിൽ വെച്ചിട്ടാണ്. TC ആവശ്യപ്പെട്ടിരുന്നോ? അത് നൽകാൻ എന്തെങ്കിലും കാലതാമസം ഉണ്ടായിട്ടുണ്ടോ? TC ആവശ്യപ്പെട്ടു. അത് April 27 ആവശ്യപ്പെട്ടത്. അത് നമ്മൾ KER നിയമം അനുസരിച്ചിട്ട് TC കൊടുക്കുന്നത് റിസൾട്ട് പബ്ലിക്കേഷൻ ചെയ്തതിന് ശേഷമാണ്. അത് May 2 അപ്പോൾ അതിന് ശേഷം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിർബന്ധമല്ല. ഇല്ല, ഒരിക്കലും അതല്ല, അത് തെറ്റാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. മോറൽ സയൻസ് എക്സാം എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തോറ്റ വിഷയങ്ങൾ എല്ലാ കുട്ടികളും എഴുതി, അപ്പോൾ എഴുതി, അത്രയും. ഇല്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട മോനാണ് പോയത്. ഇനി ഞങ്ങൾക്ക് ഒത്തിരി സങ്കടമുണ്ട്, വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഇന്ന് ഞങ്ങൾ ആരുടെ അടുത്തും ഒരു ഉത്തരവും പറയാനും ഒന്നിനും പോവാതെ ഇവിടെ കയറി നിന്നതും ഒക്കെ. പിന്നെ മരിച്ച ഉടനെ തന്നെ ഞങ്ങൾ ഓൺ ദ സ്പോട്ട് ഞങ്ങളവിടെ എത്തി പേരൻസിനെ കണ്ട് പേരൻസിനോട് സംസാരിച്ചു. അവരുടെ ദുഃഖത്തിൽ ഞങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തേജസിൻ്റെ ഫാദർ ഞങ്ങളെ വിടുന്നില്ല. അതേപോലെ സങ്കടമാണ് ഞങ്ങൾക്ക് വരും. അതിനുശേഷം 3 മണിക്ക് അവിടെ ഫ്യൂണറൽ ഉണ്ടായിരുന്നു, ഒരു ½ ആൻ അവർ. അതിനും ഞങ്ങൾ എല്ലാ ടീച്ചേഴ്സും, ഒരുവിധം എല്ലാ ടീച്ചേഴ്സും, ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഒരുവിധം എല്ലാ ടീച്ചേഴ്സും സിസ്റ്റേഴ്സും പിന്നെ പ്രിൻസിപ്പളും ഹെഡ്മിസ്ട്രസും PTA അംഗങ്ങളും ഒക്കെ അതിൽ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഇവർ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഈ 10 ദിവസത്തിനുള്ളിൽ SFIക്ക് ഇതിൻ്റെ മറുപടി കൊടുക്കും. ഞങ്ങൾ അതേപോലെ ഞങ്ങളെ അന്വേഷണം കറക്റ്റായിട്ട് എല്ലാം ചെയ്യുന്നതായിരിക്കും. അവരെ തീർച്ചയായും ചെയ്ത ആൾക്ക് നമ്മളെന്തായാലും പനിഷ്മെൻറ്റ് കൊടുക്കണം, സത്യം വെളിപ്പെടുത്തണം. അത് മാത്രമേ ഉള്ളൂ. സത്യം ഏതാണോ മാറ്റി നിർത്തിയിരുന്നോ? എന്താ കാരണം? അത് ആനുവലിലേക്ക് അങ്ങനെ മാറ്റി നിർത്തിയായിട്ട് ആസ് എ പ്രിൻസിപ്പൽ എനിക്ക് അങ്ങനെ അറിയില്ല. അങ്ങനെ നിർത്തിയിട്ടില്ല. എല്ലാവർക്കും എൻട്രി ഉണ്ടായിരുന്നു അതിൽ. അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ആസ് എ പ്രിൻസിപ്പൾ എന്ന നിലയിൽ ഈ മോനെക്കുറിച്ച് ഒരു കംപ്ലൈൻറ്റും എൻ്റെ കയ്യിലോട്ട് വന്നിട്ടില്ല, PTA വന്നിട്ടില്ല.
ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രിൻസിപ്പൽ അംഗീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ആനുവൽ ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥിയെ ഈ ക്യാമ്പസിനകത്ത് പ്രവേശിപ്പിച്ചിട്ടില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള MSc വിഷയവുമായി ബന്ധപ്പെട്ട പരീക്ഷ ഇവിടെ എഴുതിയിട്ടുണ്ട് എന്നുള്ള വിവരവും ഇവർ അംഗീകരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടത്തിയതിൻ്റെ ഭാഗമായി നമ്മൾ ആരോപണ വിധേയമായിട്ടുള്ള അധ്യാപകർക്ക് മെമ്മോ നൽകാൻ ഒരു 10 ദിവസത്തിനകം ഇവരൊരു ഇന്റേണൽ കമ്മിറ്റി ഇവിടെ PTA അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഇവിടുത്തെ പ്രധാനപ്പെട്ട അധ്യാപകർ തുടങ്ങിയിട്ടുള്ളൊരു ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കുന്നതിനും ഈ അധ്യാപകരുമായിട്ട് അവരുടെ അഭിപ്രായം കേൾക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് SFIയുടെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ട് നൽകി. നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.